ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് കേരള സംസ്ഥാനം രൂപപ്പെട്ടിട്ട് 69 വർഷം തികഞ്ഞു. ആദ്യമായി ഞാൻ എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു. ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഛത്തീസ്ഗഡിന്റെയും കേരളത്തിന്റെയും സ്ഥാപക ദിനാഘോഷത്തിന് വേണ്ടിയാണ്. आज के विशेष असेंबली में हम छत्तीसगढ़ और केरल के गौरव, संस्कृति, गीत संगीत और परंपरा याद करबो. ഇന്നത്തെ ഈ പ്രത്യേക അസംബ്ലിയിൽ നമുക്ക് ഛത്തീസ്ഗഡിന്റെയും കേരളത്തിന്റെയും സംസ്കാരം, സംഗീതം, പാരമ്പര്യം എന്നിവയെക്കുറിച്ച് ഓർക്കാം. ഗുരുവേ, ഞങ്ങൾക്കൊരു സംശയം. കേരളം എന്നാണ് ഉണ്ടായത്? മക്കളെ, പഴയ കാലത്ത് നമ്മുടെ നാട് ഒറ്റയായിരുന്നില്ല. അത് 3 ഭാഗങ്ങളായിരുന്നു: മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. ഓരോ പ്രദേശങ്ങളിലും മലയാളം സംസാരിക്കുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും വേർപിരിഞ്ഞ് ജീവിച്ചിരുന്നു. അപ്പോഴാണ് ജനങ്ങൾ ചിന്തിച്ചത്, എല്ലാവരും മലയാളികൾ തന്നെയല്ലേ, എങ്കിൽ മലയാളം സംസാരിക്കുന്നവർക്ക് ഒരു നാട് വേണം. അങ്ങനെ 1956 നവംബർ 1 കേരളം ജനിച്ചു. ഞാനാണ് കേരളം. പച്ചപ്പും പവിത്രയും തന്നെ ഈ മണ്ണാണ് എന്റെ ഹൃദയം. जो अपने नाचा के माध्यम में छत्तीसगढ़ संस्कृति के सुंदर ताला उजागर कर दी. അഭിമാനമാണ്. പച്ചപ്പും സമാധാനവും നിറഞ്ഞ സ്നേഹത്തിന്റെ നാട്. അർത്ഥം: കേരളം നമ്മുടെ അഭിമാന ഭൂമിയാണ്. പച്ചപ്പും സമാധാനവും നിറഞ്ഞ മനോഹരമായ നാടാണ് നമ്മുടെ കേരളം. ഇന്നത്തെ ആത്മവിശ്വാസ വാക്യം: എന്റെ കേരളം എന്റെ അഭിമാനം. എന്നോടൊപ്പം ഉറക്കെ പറയും: എന്റെ കേരളം എന്റെ അഭിമാനം. ഇന്ത്യയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കരപഞ്ചിന്റെ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യൻ യൂണിയന്റെ 26ാം സംസ്ഥാനമായി ഛത്തീസ്ഗഡ് രൂപം കൊണ്ടത് 2000 നവംബർ 1 36 കോട്ടകൾ എന്ന പേരിനർത്ഥമുള്ള ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം റായ്പൂർ ആണ്. ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും സന്തോഷവും സമാധാനവും ഐക്യമുള്ള ജനതയും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നമ്മുടെ കേരളത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന്. ഏത് വർഷമാണ് കേരളം രൂപീകരിച്ചത്? കുറേ കഴിഞ്ഞു പോകുന്നത്. ഏത് ഇയറാ? 1956. അപ്പോൾ നമ്മുടെ നാടിനെ കേരളം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കേരളം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെ? കേരളം പ്രിയ നാട്. മണ്ണിൽ